ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് പാർട്ട് 5 പാർട്ട് 4 എത്ര വീഡിയോ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ PDF വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. പിന്നെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചിലപ്പോൾ നമ്മുടെ പ്ലസ് ടുവിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെയാണ്. മറ്റേതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ നോക്കിയതാണ്. ജസ്റ്റ് റിവൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്ലസ് ടു ആണോ എനിക്കറിയില്ല. 10 +1 +2 ബേസിലുള്ള ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും ടോപ്പിക്സ് ഇതിലുള്ളൂ. അല്ലാതെ പുറത്തുനിന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2-3 ലോസസ് ഒക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഉള്ളുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, പുറത്തുനിന്നായിട്ടില്ല. അപ്പോൾ നിങ്ങളിത് നന്നായി നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട് പരിചയവും കണ്ട് പരിചയമൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ വരാൻ പോകുന്നത്. നേഴ്സ് ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ വലിയ ഫോമുല പോലെ 5 മാർക്കിനും 10 മാർക്കിനൊക്കെ വേണ്ടി നിങ്ങൾ പഠിച്ചതാണ് നേഴ്സ് ഇക്വേഷൻ. അതൊക്കെ ചെറിയ ടോപ്പിക്കായിട്ടാണ് ഇതിൽ വരണത്. പിന്നെ എന്താ പറയുക, ഫ്യൂവൽ സെൽസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബഫർ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് വേഗം റീക്യാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോർഷൻസാണ്. ഓക്കെ, ഞാൻ ആദ്യം ഇതിനെ പറ്റി പറഞ്ഞുതരാം. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് കാണുക, കണ്ടിട്ട് ഒന്നുകൂടി മനസ്സിലേക്ക് വരുത്തുക ആ പോർഷൻസും ടോപ്പിക്കും. പിന്നെ കൊറോണ ടൈമിലുള്ള എടുത്തതാണ് ആ ഇലക്ട്രോ കെമിക്കൽ സീരീസൊക്കെ. നമ്മൾ ആ കൊറോണ ടൈമിൽ കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കൊറോണ ടൈമായിരിക്കും 10ാം ക്ലാസ് വരിക. 10ാം ക്ലാസ് നമ്മൾ നന്നായി പഠിച്ചിട്ടായിരിക്കും, വെള്ളം പോലെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ക്ലാസ് എടുക്കുക. സോ നമ്മൾ ആദ്യം ഇതിലേക്ക് വരാം. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഡ്യൂറിങ് ടൈട്രേഷൻ വൺ ഓഫ് ദ അയോൺസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ അതർ ആൻഡ് ദീസ് 2 അയോൺസ് ഡിഫർ ഇൻ ദ അയോണിക് കണ്ടക്ടിവിറ്റി. ആസ് എ റിസൾട്ട് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ വേരിയസ് ഡ്യൂറിങ് ടൈട്രേഷൻ. ദ ഇക്വലന്റ് പോയിന്റ് ഈസ് ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി ബൈ പ്ലോട്ടിംഗ് ദ കണ്ടക്റ്റൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ ടൈട്രേറ്റ് ആഡർ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള 2 അയോൺസസ് ഉണ്ട് അല്ലേ. വൺ ഓഫ് ദ അയോൺസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ അതർ ആൻഡ് ദീസ് 2 അയോൺസസ് ഡിഫർ ഫ്രം ദ അയോണിക് കണ്ടക്ടിവിറ്റി. എന്ന് കഴിഞ്ഞാൽ ടൈട്രേഷനിൽ നമ്മൾ ഒരു ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു അയോൺസ് മറ്റേ അയോൺസിനെ റീപ്ലേസ് ചെയ്യുന്നു. അത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലോ അതിനും അയോണിക് കണ്ടക്ടിവിറ്റി വേരിയസ് ആയിരിക്കും. രണ്ടിലും അയോണിക് കണ്ടക്ടിവിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. വേരിയസ് ഡ്യൂറിങ് ദ ടൈട്രേഷൻ ആൻഡ് ദ ഇക്വാലൻറ്റ് പോയിന്റ്. ഒരു ഇക്വാലൻറ്റ് പോയിന്റ് ലൊക്കേറ്റ്, അത് വെച്ചാൽ നമ്മൾ പറഞ്ഞാലോ ഒരു അയോൺസിനെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റേത് അതിൽ കയറിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഇക്വാലൻറ്റ് പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇക്വാലൻ്റ് ആ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് വോളിയം ഓഫ് ദ ടൈട്രേറ്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ ആസിഡും ആൽക്കലിയും ടൈട്രേഷൻസ് ഉണ്ട്. കുറേ ആസിഡ് ആൽക്കലി ടൈട്രേഷൻസ് ഉണ്ട്. അതിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ടൈട്രേഷൻ ഉണ്ട്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ഉണ്ട്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസ് ടൈട്രേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ വീക്ക് ആസിഡും വീക്ക് ബേസും ടൈട്രേഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസും ആയിട്ടുള്ള HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രോങ് ആണ് അല്ലേ. നമ്മൾ എന്തിനും കോൺസെൻട്രേറ്റഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് നമ്മൾ എന്തിനും എടുക്കുക, സ്ട്രോങ് ആസിഡാണ്. അതേപോലെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaOH ആണ് നമ്മൾ ഏതിനും എടുക്കുക. അതാണ് സ്ട്രോങ് ബേസ്. NaOH ആണ് സ്ട്രോങ് ബേസ്. അപ്പോൾ HCl NaOH ടൈട്രേഷൻ എടുക്കുകയാണെങ്കിൽ ബിഫോർ NaOH ഈസ് NaOH ആഡ് ചെയ്യണതിന് മുന്നേ ദ കണ്ടക്റ്റൻസ് ഈസ് ഹൈ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈലി മൊബൈൽ ഹൈഡ്രജൻ അയോൺസ്. അവർ തമ്മിലുള്ള കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ടക്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും. ഈസ് ഡ്യൂ ടു ദ മൊബൈലായിട്ടുള്ള ഹൈഡ്രജൻ അയോൺസ് അതിലുണ്ട്. വെൻ ദ ബേസ് ഈസ് ആഡ്, നമ്മൾ NaOH അതിലേക്ക് ആഡ് ചെയ്തു. ദ കണ്ടക്റ്റൻറ്റ് ഫ്ലോ ഡ്യൂ ടു ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ഹൈഡ്രജൻ അയോൺ ബൈ Na+. നമ്മൾ ബേസ് ആഡ് ചെയ്യണ ആ സമയത്ത് തന്നെ ആ കണ്ടക്റ്റൻസ് കുറയും, ഫോൾ ചെയ്യും. അതെന്താണ്? H+ റീപ്ലേസ് ചെയ്തിട്ട് Na+ ആയിട്ട് മാറുന്നു. അതൻ H+ അയോൺസ് റിയാക്ട് വിത്ത് H+ അയോൺസ് OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അൺഡിസോളേറ്റഡ് വാട്ടറായിട്ട് മാറുന്നു. H2O, OHും Hും കൂടി ചെയ്ത് കഴിഞ്ഞാൽ H2O ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഡിസ്ലൊക്കേറ്റഡ് വാട്ടറായിട്ട് മാറുന്നു. ഡിക്രീസസ് ഇൻ ദ കണ്ടൈൻസ് സ്റ്റിൽ ദ ഇക്വാലൻറ്റ് പോയിന്റ്. അറ്റ് ദ ഇക്വാലൻറ്റ് പോയിന്റ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഓൺലി ഇക്വാലൻറ്റ് പോയിന്റ് എത്തുന്ന സമയത്ത് സൊല്യൂഷനിൽ NaCl മാത്രമായിട്ട് മാറുന്നു. ആഫ്റ്റർ ദ ഇക്വാലൻറ്റ് പോയിന്റ് ദ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് ഡ്യൂ ടു ദ ലാർജ് കണ്ടക്ടിവിറ്റി ഓഫ് ദ OH-.
കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ഇക്വാലൻ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇക്വാലൻ പോയിന്റ് എത്തുമ്പോൾ കളറൊക്കെ ഫേഡ് ചെയ്തിട്ട് NaCl ആയിട്ട് മാറുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ടൻസൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലാർജ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു പോയിന്റിൽ കളർ ഫെയ്ഡ് ആവുമല്ലോ, പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസസ് ഡ്യൂ ദ ലാർജ് കണ്ടൻറ്റിവിറ്റി, വീണ്ടും കണ്ടക്റ്റൻസ് കൂടുകയാണ്. കാരണം OH മൈനസ് അയോൺസിൻ്റെ കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ട് വീണ്ടും എന്താണ് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലെങ്ത് ആയാലും കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക പ്രാക്ടിക്കൽ ലാബിലൊക്കെ ടൈട്രേഷൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടാവണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ആയിട്ടുള്ള ആസിഡ് ആൽക്കലി ടൈട്രേഷനിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HClഉം സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണത്? ആദ്യം നമ്മൾ NaOH ബിഫോർ ആഡിങ് NaOH the conductance is high due to the presence of the mobile. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടക്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ മോബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസസ് അയോൺസസ് പ്രസൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ഹൈഡ്രജൻ അയോൺസസ് അതിൽ പ്രസൻ്റ് ആണ്. അതുപോലെ നമ്മൾ NaCl ആഡ് ചെയ്തതിന് ശേഷം NaCl ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടക്റ്റൻസ് കുറയുന്നു. ബിക്കോസ് Na+ അയോൺസ് നമ്മുടെ H+ അയോൺസിന് റീപ്ലേസ് ചെയ്യുന്നു. ഈ H+ അയോൺസസ് പോയിട്ട് OH- അയോൺസസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഡിസോസിയേറ്റഡ് വാട്ടറായിട്ട് മാറുന്നു. പിന്നെ അതേപോലെ ഒരു ഇക്വാലൻ പോയിന്റിൽ കണ്ടക്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അത് ആഫ്റ്റർ ദ ഇക്വാലൻ പോയിന്റ് കണ്ടക്റ്റൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് OH- അയോൺസിൻ്റെ കണ്ടക്ടിവിറ്റി. കാരണം ഒരു ഇക്വാലൻ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് കൂടുന്നു, പക്ഷേ ഇക്വാലൻ പോയിന്റിൽ അതെന്താ നോർമലൈസ് ആയിട്ട് ഡിക്രീസ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി വീക്ക് ആസിഡും സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.